എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് സീസൺ 7 അത് ക്യാപ്റ്റന്മാർ ഭരണം തുടങ്ങി കേട്ടോ. ക്യാപ്റ്റന്മാർ തന്നെയാണ് കിച്ചണിനകത്ത്. വെസലിൽ നമ്മുടെ ഷാനവാസും അനുവാണ്. ബാക്കി 4 പേരും, അതായത് അനീഷും സാബുമാനും ആദിലും നൂറയും ബാത്റൂം ആൻഡ് ഫ്ലോറാണ്. എന്തായാലും ക്യാപ്റ്റന്മാരുടെ ഏറ്റവും മുഖ്യ ശത്രു അനുമോൾ തന്നെയാണ് കേട്ടോ. അനുമോളിലൂടെ പ്രോപ്പറായിട്ടൊരു ഗെയിം കളിച്ചിട്ടുണ്ട്. അതായത് ഇവർ കിച്ചണിൽ കയറുന്ന സമയത്ത് ഇവരെന്തായാലും ഫുഡ് കുറച്ച് ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വരുത്തി കഴിക്കും, അല്ലെങ്കിൽ ഇവർ മാറ്റി വെക്കും എന്നുള്ളൊരു ധാരണ അനുവിനുണ്ട്. അനുവിനത് എക്സ്പീരിയൻസ് ഉള്ളതിൻ്റെ പേരിൽ തന്നെ അനു ആ ഒരു ടീം ഡിവൈഡ് ചെയ്യുമ്പോൾ തന്നെ കുറേയധികം കാര്യങ്ങൾ പറഞ്ഞതിൻ്റെ കൂട്ടത്തിനകത്ത് പറഞ്ഞൊരു കാര്യമാണ്, അത് ചെയ്യാൻ പാടില്ല, 9 പ്ലേറ്റിൽ ഒരേപോലെ വിളമ്പണം എന്നുള്ളത്. അതെന്തായാലും ഇവർ തെറ്റിച്ചാൽ അനുവിന് ചോദ്യം ചെയ്യാനുള്ളൊരു കാര്യം അനുവോട് ഇട്ട് വെച്ചിട്ടുണ്ട്. അതൊരു ബ്രില്യൻ ഗെയിമാണ്. അതുപോലെ തന്നെ അനു ഒരു കാര്യം ഇറന്ന് വാങ്ങിയിട്ടുണ്ട്. സത്യത്തിൽ അത് അനു ചെയ്യുന്ന കാര്യമാണ്. ഈ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ മടക്കി വെക്കുക എന്നുള്ളത് അനു ആ മീറ്റിങ്ങിൽ തന്നെ പറഞ്ഞപ്പോൾ അതിന് അവരൊരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കി. ആര്? ഈ ക്യാപ്റ്റന്മാർ. അതിൻ്റെ ചുമതല അനുവിനെ ഏൽപ്പിക്കുന്നു. പ്ലസ് നൂറേനെ കൂടി ഇട്ട് കൊടുക്കുന്നു. ശരിക്കും അനു അത് അവിടെ ചെയ്യുന്ന ഒരാളാണ്. കാരണം അനുവിനൊരു കൺസെപ്റ്റ് ഉണ്ട്. ഈ ക്യാമറയിൽ ഇത് ഔട്ട് ജനങ്ങളിലോട്ട് എത്തുമ്പോൾ ഈ വീട് വൃത്തിക്കിരിക്കണം, ഇവിടെ ഭംഗി ഉണ്ടാവണം എന്നുള്ളൊരു കാര്യം അനു ഇവർ പറയാതെ തന്നെ ചെയ്യുന്ന കാര്യമാണ്. പില്ലോ കാര്യങ്ങളൊക്കെ ഈ സോഫയിലൊക്കെ അടക്കി വെക്കുന്ന അനു എപ്പോഴും ചെയ്ത് നമ്മൾ കണ്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ അടിപൊളിയാണ് ഈ പില്ലോയും കാര്യങ്ങളൊക്കെ അടക്കി വെച്ചതും ബെഡ്ഷീറ്റൊക്കെ നല്ല വൃത്തിക്കാണ് വെച്ചേക്കുന്നത്. അതനു് ചോദിച്ച് വാങ്ങിയതാണെങ്കിലും അനു അത് മനസ്സറിഞ്ഞ് ചെയ്യുന്നൊരു കാര്യമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ഡയറ്റി ആയിട്ടുള്ള സാധനം നമ്മളിങ്ങനെ ഒരുപാട് കാണുമ്പോൾ നമുക്ക് ഇവരെന്താ ഇങ്ങനെ ചെയ്യാത്തതെന്ന് നമുക്ക് തോന്നും. അതെന്തായാലും ഒരു അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. ബൈ.